സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാന ഗവർണറെ നാമമാത്ര തലവൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പാഠഭാഗം കേരളത്തിലെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. ഏറെക്കാലമായി ഇരുപക്ഷവും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയുള്ള സർക്കാരിന്റെ ഈ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് പുതിയ ഉള്ളടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണറുടെ അധികാരങ്ങളും ഭരണഘടനാപരമായ പരിധിയും സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ നൽകാനാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പാഠഭാഗത്ത് പ്രധാനമായും ഗവർണറുടെ ഭരണഘടനാപരമായ പദവിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് എന്ന് പാഠം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിരിക്കുന്ന മന്ത്രിസഭയ്ക്കാണെന്നും പാഠഭാഗത്തിൽ പറയുന്നു. ഗവർണർ തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണമെന്നും പാഠഭാഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളെ പാഠഭാഗം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് സർക്കാരിയ കമ്മീഷൻ 1983 ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന സുപ്രധാന വിവരവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം സർക്കാരിന്റെ നിലപാട് ഉറപ്പിക്കുന്നതായിരുന്നു. ഗവർണർ സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന കാലഘട്ടമാണിത്. ഭരണഘടന അനുസരിച്ച് ഗവർണറുടെ അധികാരം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകം ഇപ്പോൾ സ്കൂളുകളിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഭരണഘടനാപരമായ ഒരു പദവിയുടെ നിർവചനം പാഠ്യപദ്ധതിയിലൂടെ ഉറപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം രാജ്ഭവനുമായുള്ള തർക്കങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നുറപ്പാണ്.